കുത്തിയൊഴുകുന്ന ചാലിയാറിന് ഓരോ കാലവും പറയാൻ ഓരോ കഥകളുണ്ട്. ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെയുമെല്ലാം. കവളപ്പാറയുടെ മുറിവ് ഉണങ്ങും മുൻപാണ് ഇപ്പോൾ ചാലിയാറിന് വീണ്ടും കണ്ണീരുപ്പിന്റെ രുചിയായത്. ഞാനിപ്പോൾ ഉള്ളത് ചാലിയാറിന്റെ നടുവിലാണ്. മുൻപ് കുടിവെള്ളത്തിന് വരെ ആശ്രയിച്ചിരുന്ന ശാന്തമായി ഒഴുകിയിരുന്ന ചാലിയാറല്ല ഇന്നിത്. വയനാട് ദുരന്തത്തിന്റെ ബാക്കി എന്നോണം എത്രയോ മൃതദേഹങ്ങൾ വന്നടിഞ്ഞ ചാലിയാറാണ് ഇന്ന്. ഒരുപക്ഷെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ഓരോ വീടുകളിലുള്ളവർ ഇന്ന് ചാലിയാർ പുഴയിൽ ഇത്ര മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന കണക്ക് കേട്ടാവും ഉണരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ചാലിയാർ അവർക്ക് പരിചിതമല്ല. നമുക്കറിയാം, മുമ്പ് വയനാട് ദുരന്തത്തിന് മുൻപ് കവളപ്പാറ ദുരന്തം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച നമ്മുടെ കവളപ്പാറ ദുരന്തത്തിന്റെ മുറിവുണങ്ങും മുമ്പെയാണ് വീണ്ടും വയനാടിന്റെ രൂപത്തിൽ മറ്റൊരു ദുരന്തം നമ്മളെ തേടിയെത്തിയത്. എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ മല ആ കവളപ്പാറ ദുരന്തത്തിന്റെ ബാക്കിയാണ്. ആ മലയാണ് കവളപ്പാറ ദുരന്തത്തിൽ പൊട്ടി വീണത്. മണ്ണിടിച്ചിലുണ്ടായത്, ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു പാറയാണ് എന്റെ തൊട്ടുപുറകിൽ കാണുന്നത്. അന്ന് 60ഓളം പേരെ നമുക്ക് നഷ്ടമായി, 10ഓളം പേരെ കാണാതായി, എത്രയോ വീടുകൾ ഇല്ലാതായി. ആ ദുരന്തത്തിന്റെ മുറിവുണങ്ങും മുമ്പെയാണ് ചാലിയാറിൽ എത്രയോ മൃതദേഹങ്ങൾ ഇന്ന് അടിഞ്ഞുകൂടുന്നത്. ഇപ്പോഴും ചാലിയാറിന്റെ ഓരോ തീരത്തും ഓരോ കടവിലും ഊർജിതമായി തന്നെ തിരച്ചിൽ തുടരുകയാണ്. അപ്പോഴും ഇത്രയും വലിയ ഉരുളൻ പാറക്കല്ലുകളും അല്ലെങ്കിൽ കടപുഴകി വീണ മരങ്ങളും മറ്റവശിഷ്ടങ്ങളൊന്നും ഇതുവരെ ചാലിയാറിൽ ഉണ്ടായിട്ടില്ല. ഈ അടിഞ്ഞുകൂടുന്ന ഓരോ അവശിഷ്ടങ്ങൾക്കിടയിലും ഒരു മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ചാലിയാർ പുഴയിൽ ഊർജിതമായ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം നമ്മോട് വ്യക്തമാക്കുന്നതും.